നിന്ന് ആൽവിൻ തോമസ് കൂടി ചേരുന്നു. ആൽവിൻ, ഇടുക്കിയിൽ എന്താണ് അവസ്ഥ? ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ കാര്യമായ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അഷ്റഫ്, ഇടുക്കി വളരെ ക്രിയാത്മകമായി തന്നെ പ്രതികരിക്കുന്നു എന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാൻ കാര്യം. വലിയ തോതിൽ വോട്ടിങ്ങിന്റെ ശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ എത്തിയിരിക്കുന്ന 38.39 എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അത് വലിയ നിരക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആളുകൾ നേരത്തെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പലയിടങ്ങളിലും വന്നത്. പോളിംഗ് സ്റ്റേഷനുകളിലൊക്കെയും പലയിടങ്ങളിലും ക്യൂ തന്നെ ദൃശ്യമാണ് ഇപ്പോഴും. ഏതാണ്ട് കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഹൈറേഞ്ച് മേഖലയിൽ വലിയ തോതിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണക്കനുസരിച്ച് ഉടുമ്പൻചോലയിൽ 42.28 അതാണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉടുമ്പൻചോല മേഖലയിലാണ്. പിന്നീട് പീരുമേട് മേഖലയിലേക്ക് വന്നാലും 41.71 നിലയിലേക്ക് പോളിംഗ് എത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും പോളിംഗ് 40-ന് മേളിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈറേഞ്ച് മേഖലയും വളരെ ക്രിയാത്മകമായി ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നുണ്ട്. 7 മണ്ഡലങ്ങളാണുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ദേവികുളം, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളാണ്. ലോ റേഞ്ചിലും സാമാന്യം നല്ല രീതിയിൽ തന്നെയാണ് പോളിംഗ് നടക്കുന്നത് ഇപ്പോൾ. എന്നാൽ മൂവാറ്റുപുഴയിൽ മാത്രമാണ് ഒരല്പം കുറവുള്ളത്. മൂവാറ്റുപുഴയിൽ 33.34 എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പോളിംഗ് ശതമാനമുള്ളത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ കാലാവസ്ഥ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് അത്രത്തോളം ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വളരെ തെളിഞ്ഞൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടമായി തന്നെ ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ നിരവധി ഇടങ്ങളിൽ ക്യൂ പാലിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചകൾ, ദൃശ്യങ്ങൾ നമുക്ക് പലയിടങ്ങളിൽ നിന്നുണ്ട്.